ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിലാണ്. അതായത് ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഞങ്ങൾക്കിവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഹോം സ്റ്റേനെ പറ്റിയാണ്. ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരുപാട് പ്രൈവറ്റ് പൂൾ പ്രോപ്പർട്ടീസ്, റിസോർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഇപ്പോൾ വയനാട് വരുന്ന എല്ലാവരും ഒരു സ്വിമ്മിംഗ് പൂൾ പ്രോപ്പർട്ടി പ്രിഫർ ചെയ്യുന്നവരൊന്നുമല്ല. ചിലപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേ മാത്രമായിരിക്കും വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ എൻ്റെ വീട് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്ര സേഫായിട്ടാണ് താമസിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, സ്റ്റേ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ, മൂൺലൈറ്റ് ഹോം സ്റ്റേ. അതായത് നാഷണൽ ഹൈവേയിലാട്ടോ. വയനാട് ചുരം കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ 5 കിലോമീറ്ററാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ളത്. ഈ സെൻറ്ററിൽ കാണുന്നത് നമ്മുടെ വീടാണ്. നമ്മൾ അത്യാവശ്യം നല്ല ഗ്രീനറി ഒക്കെ ആയിട്ടാട്ടോ ചെയ്തേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹൈവേ സൈഡ് അല്ലെങ്കിൽ റോഡ് സൈഡുള്ളൊരു പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നൊരു ഫീലൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് നല്ല പ്രൈവസി കിട്ടും. ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള പഴയ ഹോം സ്റ്റേ ആണ്. ഇതിനകത്ത് ഒരു ഫാമിലി റൂം വരുന്നുണ്ട്. നിങ്ങൾക്കൊരു 4 പേർക്ക് ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന റൂമാണ്. ഒരു ഹോൾ ഉണ്ടാവും, റൂം ഉണ്ടാവും. റൂമിനകത്ത് ഒരു അപ്പർ ഡെക്ക് ബെഡ് കൂടി ഉണ്ടാവും. പിന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു ബാൽക്കണി റൂം ഉണ്ട്. അവിടെ ഇപ്പോൾ ഗസ്റ്റ് ഉണ്ട്, അതാണ് ഞാൻ കാണിക്കാത്തത്. ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ ഈ സെയിം കോമ്പൗണ്ടിൽ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെ അത്രയും സേഫായിട്ട് താമസിക്കാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പുതിയ ഹോം സ്റ്റേ. നമുക്കിപ്പോൾ പുതിയ നമ്മുടെ ബിൽഡിങ്ങിനകത്ത് വരുന്നത് 4 റൂമാണ് കേട്ടോ. 4 റൂമാണ് നമുക്ക് വരുന്നത്. താഴെ 2 സ്റ്റാൻഡേർഡ് റൂം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റൂം വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് തീരെ ഒരു റൂമി ഫീലൊന്നും ഉണ്ടാവില്ല. നല്ല വലിയ വിൻഡോസാണ്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ, പീസ്ഫുള്ളായിട്ട് കഴിക്കുക. സ്മാർട്ട് TV വരുന്നുണ്ട്. വലിയൊരു കബോർഡ് അലമാര വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ആട്ടോ. നല്ല വലിയ ബാത്റൂമാണ്. ഷവർ ഏരിയയും എല്ലാം സെപ്പറേറ്റ് നല്ല സൈസുണ്ട്. നമുക്ക് താഴെ വരുന്ന 2 റൂം ഒരേപോലെ തന്നെയാണ്. ഇതാണല്ലേ, ഇതാണ് മൊത്തം ഒരു വ്യൂ റൂമിൻ്റെ. അതായത് ഇവിടെ 2 റൂം നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, രാത്രി കാണാൻ ഭയങ്കര ഭംഗിയായിട്ടത്. ഇവിടെ നിങ്ങൾക്ക് നല്ല പകലൊക്കെ നല്ല സൺലൈറ്റ് കിട്ടുന്ന രീതിയിലായിട്ടാണ് ചെയ്തേക്കുന്നത്. തീരെ ലൈറ്റ് ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഡീലക്സ് റൂം. നമ്മുടെ ഡീലക്സ് റൂം എന്ന് പറയുമ്പോൾ ഫെസിലിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി താഴത്തെ സ്റ്റാൻഡേർഡ് റൂമിനെക്കാട്ടിയും സൈസ് വലുതാണ്. നല്ല വലുപ്പമുള്ള റൂമാണ്. എങ്കിൽ നിങ്ങളൊരു പ്രീമിയം പ്രോപ്പർട്ടി എടുത്താൽ പോലെ ഇത്രയും സൈസുള്ള റൂം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പറഞ്ഞ പോലെ കിങ് സൈസ് ബെഡാണ്. 3 പേർക്ക്, 3 അഡൾട്ടിനാണെങ്കിൽ പോലും സുഖമായിട്ട് ഈ ബെഡിൽ തന്നെ കിടക്കാം. ഒരു എക്സ്ട്രാ ബെഡും കൂടി ഇട്ടാണെങ്കിൽ 4 പേർക്ക് എടുക്കാം. എന്നാലും കൺജസ്റ്റഡ് ആവില്ല, കാരണം അത്രയും സ്പേസ് ഉണ്ട്. ബാത്റൂം സെയിം ആണ്. ബാക്കിൽ നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് ഗ്രീനറി കേട്ടോ. ബാത്റൂം സെയിം ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിൽ ഡേ ടൈമിൽ ലൈറ്റ് ഇടേണ്ടി വരില്ല, കാരണം നല്ല സൺലൈറ്റ് കയറുന്നതാണ് കേട്ടോ. ഇനി നമുക്ക്
റൂഫ് ടോപ്പിൽ ഇരിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പ്രോപ്പർട്ടി നാഷണൽ ഹൈവേ തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസിന് ലിമിറ്റുണ്ട്. പക്ഷെ ഉള്ള സ്പേസ് നമ്മൾ മാക്സിമം നല്ലോണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മളെ റൂഫ് ടോപ്പിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നമ്മളിവിടെ കുറേ ഇൻഡോർ ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ബാർബിക്യൂ ഫെസിലിറ്റി നമുക്കിവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, വൈകുന്നേരമൊക്കെ ഒന്ന് ഇവിടെ ഇരിക്കാം, വർത്താനമൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ വരുന്നുണ്ട്, അടിപൊളിയായിരിക്കും ഊഞ്ഞാലാടാനായിട്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ, ആ കാണുന്നത് പൂക്കോട് ലേക്കിൻ്റെ കുന്നാട്ടോ. അതാണ് ഇവിടെ നിന്നുള്ളൊരു മൊത്തം വ്യൂ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ മേഘം മൂടി കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെമ്പ്രമല കാണാം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഈ ബിൽഡിങ്ങിന് ചുറ്റും എത്രത്തോളം ഗ്രീനറിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം മരങ്ങളുണ്ടെന്ന്. ഇതുണ്ടോ, നമുക്ക് താഴെ പോലും കാണാൻ പറ്റില്ല ക്ലിയറായിട്ട്. അത്രയും മരങ്ങളും മുളയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് യാതൊരു കുറവുണ്ടാവില്ല. നിങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളൊന്നും വേണ്ട, നല്ല സ്റ്റാൻഡേർഡായിട്ട് സേഫായിട്ട് ഒരു സ്റ്റേ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതായത് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വന്ന് താമസിക്കാം ഫാമിലിയായിട്ട്. നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം സേഫായിട്ടാണ് താമസിക്കുന്നത് അത്രയും സേഫായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോം സ്റ്റേയിലൂടെ താമസിക്കാം. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ കാര്യങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം, ഇവിടെ താമസിക്കാം. നിങ്ങൾക്ക് നല്ല പ്രൈവസിയിൽ സേഫായിട്ട് ഇവിടെ താമസിക്കാം ഒന്നുകൂടി പറയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഞങ്ങളുടെ ഹോം സ്റ്റേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്ന കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ.